യമനിൽ യുഎസ് സൈന്യം ശക്തമായ ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഹൂതി വക്താവ് യഹ്യ സാരി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. യമനിൽ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഹൂതികളെ ലക്ഷ്യമിട്ടെന്ന് അവകാശപ്പെട്ടാണ് യുഎസ് സേന യമനിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്നാൽ അതിനിടയിലും അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ യുഎസിനും ഇസ്രയേലിനും നേരെ നടത്തുന്നത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനാണ് യമനിൽ ആക്രമണം നടത്തുന്നതെന്നും യുഎസ് അവകാശപ്പെടുന്നു. ദിവസങ്ങളായി തുടരുന്ന വ്യോമാക്രമണത്തിൽ യഹ്യ സാരി കൊല്ലപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഹൂതി നേതൃത്വം ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും നേതാക്കൾ അപ്രത്യക്ഷരാകുകയും ആശയവിനിമയം ഒഴിവാക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ വന്നു. അതിനിടയിലാണ് യഹ്യ സാരി വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേലിൽ 2 മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണം നടത്തിയ വിവരം അറിയിച്ചത് യഹ്യ സാരിയാണ്. ഇസ്രയേലിന്റെ ആണവശേഷിയുള്ള ജെറിക്കോ മിസൈലുകൾ സൂക്ഷിച്ചിരുന്നതായി കരുതുന്ന വളരെ സെൻസിറ്റീവായ സ്ഡോട്ട് മൈക്ക എയർബേസിനെ ലക്ഷ്യം വെച്ചും ആക്രമണം നടത്തിയതായി യഹ്യ സാരി അവകാശപ്പെട്ടു. മറ്റൊരു ആക്രമണം ടെല്ലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേർക്കാണ് നടത്തിയത്. വ്യോമതാവളത്തിൽ പലസ്തീൻ 2 മിസൈലും ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ സുൽഫിക്കർ മിസൈലും വിക്ഷേപിച്ചതായും യഹ്യ സാരി പറഞ്ഞു. മറ്റൊരു സുപ്രധാന ഇസ്രയേലി ലക്ഷ്യത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം യുഎസിന്റെ MQ-9 സ്പൈ ഡ്രോൺ യമൻ വ്യോമാതിർത്തിയിൽ വെച്ച് ഹൂതികൾ തകർത്തിരുന്നു. 2 ആഴ്ചയിൽ ഹൂതികൾ വെടിവെച്ചിടുന്ന യുഎസിന്റെ 4ാമത്തെ സ്പൈ ഡ്രോണാണിത്. മൊത്തത്തിൽ 19 യുഎസ് ഡ്രോണുകളെ ഹൂതികൾ തകർത്തിട്ടുണ്ട്. അതിനിടെ 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള യഹ്യ സാരിയുടെ അക്കൗണ്ട് ഏപ്രിൽ 11-ന് എക്സ് സസ്പെൻഡ് ചെയ്തു. പ്ലാറ്റ്ഫോം നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് സാരിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത്. യുഎസ് യുദ്ധക്കപ്പലുകളെയും ഇസ്രയേൽ പ്രദേശത്തെയും ലക്ഷ്യമിട്ടുള്ള ഹൂതി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ സാരി ഈ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു. യമനിൽ അടുത്തിടെയുണ്ടായ വ്യോമാക്രമണങ്ങളെയും സൗദി അറേബ്യയുടെ എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ ഭീഷണികളെയും തുടർന്ന് യുഎസും ഹൂതി സേനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത്. യുഎസിന്റെ ഭീഷണികളെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ വീണ്ടും ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. ഞായറാഴ്ചയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. പ്രധാന ഇസ്രയേൽ നഗരങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചെന്നും സൈറണുകൾ മുഴങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേം, അഷ്ദോദ്, നെതന്യ, ടെല്ലവീവ് എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയത്. ആക്രമണത്തിനിടെ നൂറുകണക്കിന് ഇസ്രയേലികൾ ഷെൽട്ടറുകളിലേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുഎസിനും ഇസ്രയേലിനുമെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. യമൻ ലക്ഷ്യമിട്ട് യുഎസ് നേരിട്ട് ആക്രമണം തുടങ്ങിയതോടെയാണ് യുഎസിനെതിരെ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഇസ്രയേലിലെ ടെല്ലവീവ് ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്.